ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു വൊക്കാബ്സ്പീഡിയ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേറ്റ് ജി ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് സെക്ടോറലായിട്ടുള്ള പെർഫോമൻസ്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടറിൻ്റെയൊക്കെ പെർഫോമൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തിരുന്നു, ക്ലാസ് നൽകിയിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ച ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ആ ഡൗട്ടിൻ്റെ ആൻസർ പോലും ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഒരു എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത്. എനിവേ, ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് ഡൗട്ട്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കമൻ്റായിട്ടും ഫീഡ്ബാക്കായിട്ടും ഒക്കെ തരിക. സോ ഡൗട്ട് ഇതാണ്. പുള്ളിക്കാരി ശരണ്യ എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി ചോദിക്കുന്നത്, ഗ്രോത്ത് റേറ്റ് ഗ്രാഫിൽ എല്ലാ സെക്ടറിലും 2022-23 സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ ഡിക്ലൈൻ ചെയ്യുകയാണല്ലോ, ആ ഫിനാൻഷ്യൽ ഇയറിൽ എന്താണ് സംഭവിച്ചത്? ഓക്കെ, കാരണം ആളുടെ ഡൗട്ടിന് ആധാരമായിട്ടുള്ള ഗ്രാഫ് ഇതാണ്. നമ്മൾ ആ ക്ലാസ്സിൽ ആ ഗ്രാഫ് കാണിച്ചിരുന്നു. അപ്പോൾ ആൾക്ക് സംശയം തോന്നിയത് 2022-23 വരുമ്പോൾ എല്ലാ സെക്ടേഴ്സും, അത് പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ടെർഷറി സെക്ടർ ആണെങ്കിലും എന്ത് ചെയ്യാണ്? പ്ലമറ്റ് ചെയ്യുകയാണ്, ഇടിയാണ്. അപ്പോൾ ഈ വർഷം എന്താ സംഭവിച്ചതെന്നാണ് ആൾ ചോദിക്കുന്നത്. ഈ വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസ് എഫക്റ്റ്. ഇതൊരു പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ കൂടിയാണ്. ഐ തിങ്ക് 2 തവണയോ മറ്റോ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. UPSCയിലെ പ്രിലിംസിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ബേസ് എഫക്റ്റ്? ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ. അതായത് ഒരു ഇക്വേഷനിൽ ഡിനോമിനേറ്റർ ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേഷൻസ് എല്ലാം തന്നെ അത് GDP, അതായത് നാഷണൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണെങ്കിലും, GDP എന്ന് പറഞ്ഞാൽ GB ആവാം, സ്റ്റേറ്റ് GDP ആവാം, GSP ആവാം, എന്തോ ആവാം. ഓക്കെ, GDP എന്ന് ഞാൻ പറയാണ്. GDP ഗ്രോത്ത് റേറ്റ് ആണെങ്കിലും ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിലും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രസൻറ്റ് മൈനസ് പ്രീവിയസ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻറ്റിലാണ്. ഓക്കെ, ആ ഇക്വേഷൻ ഇങ്ങനെ വരും: പ്രസൻറ്റ് ഇയർ വാല്യൂ മൈനസ് പ്രീവിയസ് ഇയർ വാല്യൂ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ വാല്യൂ ആണ് എന്ത് വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത് ഇൻറ്റു 100. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഒരു പ്രസൻറ്റ് മൈനസ് പ്രീവിയസിൻ്റെ ഒരു കമ്പാരിസണും, പിന്നുള്ള ഈ ഹോൾ ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100 എന്നുള്ളത് ഒരു മാത്തമെറ്റിക്കൽ കൺവീനിയൻസ് ആണ് ഇക്വേഷൻ ആക്കാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ ഇക്വേഷനിൽ പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇയർ അല്ല, ചിലപ്പോൾ മന്തും ആവാമല്ലോ. പ്രീവിയസ് ഇൻഫ്ലേഷനൊക്കെ മന്ത്ലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈൽഡ് എന്ത് ചെയ്യും? കൂടും. എന്നാൽ ഈ പ്രീവിയസ് വാല്യൂ കൂടിക്കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന വാല്യൂ കുറയും. ഇതറിയാലോ. ഒരു സിമ്പിൾ മാത്സ് പറയാനാണെങ്കിൽ 10/5 എത്ര? അത് നമുക്ക് 10/2 ചെയ്യാം. 10/2 എത്ര? 10/5 എത്ര? ഓക്കെ, ന്യൂമറേറ്ററിൽ 10 ആണ്, ഡിനോമിനേറ്ററിൽ ആദ്യം 2 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5, വലിയ വാല്യൂ കിട്ടി. എന്നാൽ ഡിനോമിനേറ്റർ കൂടിയപ്പോഴോ നമുക്ക് കിട്ടിയ വാല്യൂ കുറഞ്ഞു, 2ആയി. ഇതാണ് ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാ നോക്കേ, ഇത് കോവിഡ് അഫക്റ്റഡ് ഇയറിലെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്ന. പ്രൈമറി സെക്ടറിൽ പോസിറ്റീവാണ്, 1.54 പോസിറ്റീവാണ്. പക്ഷേ മുന്നേ വർഷങ്ങളിൽ നിന്നുള്ള ഇടിഞ്ഞിട്ടുണ്ട്. അതറിയണമെങ്കിൽ 2020-21 ഗ്രാഫും 19-20 ഗ്രാഫും നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ആ വാല്യൂ നിങ്ങൾ കാണണം. അത് കുറഞ്ഞ് 1.54 ആയി. അതായത് കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള വർഷങ്ങളിൽ ആകെ രക്ഷപ്പെട്ട് പോസിറ്റീവ് ടെറിട്ടറിയിൽ നിന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ? പ്രൈമറി സെക്ടറേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഈ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കണം? പ്രീവിയസ് വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. പ്രസൻറ്റ് മൈനസ് പ്രീവിയസ് ചെയ്യുമ്പം പ്രസൻറ്റ് വാല്യൂ കുറവും പ്രീവിയസ് വാല്യൂ കൂടുതലുമാണ് എങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായി പോകും? നെഗറ്റീവായി പോകും. ഓക്കെ, ഇനി പ്രസൻറ്റ് മൈനസ് പ്രീവിയസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണ് എങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-21 അഗ്രികൾച്ചർ പ്രൈമറി സെക്ടർ ഒഴിച്ച് ബാക്കി 2 സെക്ടേഴ്സിലും നെഗറ്റീവ് ഗ്രോത്ത് ആണ് കാണുന്നത്. എന്താണ്? നെഗറ്റീവ് ഗ്രോത്ത് ആണ് കാണുന്നത്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ പ്രസൻറ്റ് GDP നോക്കുമ്പോൾ ഇവിടെ പ്രസൻറ്റ് GDP കൂടുതലാണ്, പക്ഷേ മുമ്പത്തേനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കിട്ടിയ വാല്യൂ 1.54 ആയത്. ഈ -1.15 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? -1.15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസൻറ്റ് വാല്യൂ എന്താണ്? പ്രീവിയസ് വാല്യൂവിനേക്കാളും ഒരുപാട് താഴെ പോയി, വാല്യൂ കുറഞ്ഞു. ഓക്കെ, എന്ത് കുറഞ്ഞു? ആ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ എന്തായി? വളരെയധികം താഴെ പോയി.
സർവീസ് സെക്ടറിൽ എന്ത് ടെർഷറി സെക്ടറിൽ എന്ത് സംഭവിച്ചു? -15% ആണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ആ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ വളരെ കുറവാണ്. നിങ്ങൾ ഓർക്കുക, 2020-21 നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് എടുത്തതാണ് 2020-21 എന്താവാൻ പോകുന്നത്? 2020-21 നിങ്ങൾ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് എടുത്തതാണ് 21-22 എന്താവാൻ പോകുന്നത്? പ്രീവിയസ് വാല്യൂ ആവാൻ പോകുന്നത്. നമുക്കറിയാം, ഇൻവേരിയബിളി എല്ലാ സെക്ടേഴ്സിലെയും പ്രസൻറ്റ് വാല്യൂ എന്താണ്? കുറഞ്ഞത് കാരണമാണ് ഗ്രോത്ത് റേറ്റ് കുറഞ്ഞത് നെഗറ്റീവിലോട്ടും പോയത്. അതായത് വളരെയധികം താന്നു പോയ പ്രസൻറ്റ് വാല്യൂ ആണ്. അതായത് ഈ വർഷങ്ങളിൽ 3 സെക്ടേഴ്സും എടുക്കുമ്പോൾ നമ്മൾ GDP ഗ്രോത്ത് റേറ്റ് കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? GDP ഓർ GV ഓർ GSV അത് എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് വാല്യൂ ആയിട്ട് റുപ്പി ടേംസിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2021-22 എടുക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും? അതായത് GDP എന്ന് ഞാനങ്ങ് എഴുതുകയാണ്. GDP ഓഫ് 2021-22 മൈനസ് GDP ഓഫ് 2020-21 ഹോൾ ഡിവൈഡഡ് ബൈ GDP ഓഫ് 2020-21 എന്നുള്ളതായിരിക്കും എടുക്കുന്നത്, അല്ലേ? ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. 21-22 ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ലേ? ഈ ഇക്വേഷനിൽ നോക്കേ, ഇത് കോവിഡ് അൺലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോവിഡ് അൺലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ സെക്ടേഴ്സൊക്കെ പതുക്കെ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങിയത് തന്നെ എന്ത് കൂടി? ഈ GDP ഓഫ് 21-22 കൂടി. മൈനസ് ചെയ്യുന്നത് ഏതുമായിട്ടാണ്? ഈ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ഈ വർഷത്തെ GDP ആയിട്ടാണ് മൈനസ് ചെയ്യുന്നത്. ആ വാല്യൂ വളരെ കുറവല്ലേ? ഇനി ആ വാല്യൂ അല്ലേ, ആ കുറഞ്ഞ വാല്യൂ അല്ലേ നമ്മൾ എവിടെ എടുക്കുന്നത്? ആ കുറഞ്ഞ വാല്യൂ ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കുറവാണ്. ഡിനോമിനേറ്റർ കുറവാണെങ്കിൽ എന്ത് കുതിച്ചുയരും? ഓരോ സെക്ടറിലെയും ഗ്രോത്ത് റേറ്റ് കുതിച്ചുയരും. അതുകൊണ്ടാണ് ശരിക്കും ഇത് ആക്ച്വൽ വാല്യൂ ആണോ? അല്ല, ഇത് ആക്ച്വൽ വാല്യൂ അല്ല. മീൻസ് ഇത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 15% കൂടിയതല്ല. -15 നിന്നും ആ വർഷത്തെ GDP ബെറ്റർ ആയത് കാരണം ഇതെന്തായി? ഡിനോമിനേറ്ററിൻ്റെ എഫക്റ്റ് കാരണം 15% ഉയർന്നു. 8.5% സെക്കൻഡറി സെക്ടർ ഉയർന്നു. 4.52 എന്ത് ഉയർന്നു? ഈ വാല്യൂസ് ഉയർന്നു. ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെ എഫക്റ്റാണ്? ഈ പ്രീവിയസ് വാല്യൂവിൻ്റെ എഫക്റ്റാണ്. ഇതിനെയാണ് ബേസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി തൊട്ടടുത്ത 22-23 വരുമ്പോൾ എന്ത് വരും? ഇവിടെ കമ്പാരിറ്റീവ്ലി ഒരു ഹൈ വാല്യൂ ആണെന്ത്? പ്രസൻറ്റ് ഇയർ GDP ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് പ്രീവിയസ് ആയിട്ട് വരുമ്പോൾ എന്ത് കുറയും? ഈ പറയുന്ന നമ്മുടെ ഗ്രോത്ത് റേറ്റ് കുറയും. അതുകൊണ്ടാണ് 2022-23 എന്ത് സംഭവിച്ചത്? 2022-23 ഈ പറയുന്ന ഗ്രോത്ത് എല്ലാം ഒന്ന് പമ്മിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, ഇവിടെ പ്രീവിയസ് ഇയർ ആയിട്ട് എടുത്തിരിക്കുന്ന 2020-21 അല്ലേ? അതിന് പകരം ഒരു നോർമൽ ഇയർ എടുത്തായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധാരണ ഈ റേറ്റിൽ തന്നെ കിട്ടിയേനെ, ഈ റേഞ്ചിൽ തന്നെ നമുക്ക് ഗ്രോത്ത് റേറ്റ് കിട്ടിയേനെ. ഇതൊരു അഫക്റ്റഡ് ആയിട്ടുള്ള നോർമൽ അല്ലാത്ത റിസഷനിലേക്ക് പോയ ഒരു വർഷം ബേസ് ആയിട്ട് എടുത്തതുകൊണ്ടാണ് തൊട്ടടുത്ത വർഷം എന്ത് കുതിച്ചുയർന്നത്? എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എല്ലാ സെക്ടേഴ്സിലും കുതിച്ചുയർന്നത്. അത് ശരിക്കും മാത്തമാറ്റിക്കൽ എഫക്റ്റ് ആണ്. അതാണ് ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ദ എഫക്റ്റ് ഓഫ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ബേസ് ഓൺ ദ ഈൽഡ് അല്ലെങ്കിൽ എനി ഇക്വേഷൻ, അതിനെയാണ് ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ വർഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞതല്ല, ഇതാണ് നോർമൽ വാല്യൂ. ഇതിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. ഇനി ഇവിടം തൊട്ടാണ് ശരിക്കും നമ്മുടെ എക്കണോമി എന്ത് ചെയ്യുന്നത്? ഒരു നോർമൽ വാല്യൂ ബേസ് ചെയ്ത് സബ്സിക്വൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് റേറ്റ് കണക്കാക്കി പോകുന്നത്. അപ്പോൾ അല്ലാതെ ഈ വർഷത്തിന് പ്രശ്നമൊന്നുമില്ല. ഈ വർഷത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്കണോമി ഒന്ന് നോർമലൈസ് ചെയ്യപ്പെട്ടു. ബേസ് എഫക്റ്റിൻ്റെ എഫക്റ്റ് മാറി വന്ന വർഷമാണ്. ഓക്കെ, കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എഫക്റ്റ് ഓഫ് ഡിനോമിനേറ്റർ ഓൺ ഇക്വേഷൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് 2011 UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അല്ലെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഞാൻ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് സംടൈംസ് ആട്രിബ്യൂട്ടഡ് ടു ബേസ് എഫക്റ്റ്. ഇത് സാധാരണയായിട്ട് ഇൻഫ്ലേഷനിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ബേസ് എഫക്റ്റ് വരും. കാരണം മന്ത്ലിയാണ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആനുവലി അല്ല. അപ്പം ഹൈ ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വർഷങ്ങളിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഹൈ ഇൻഫ്ലേഷൻ നിലനിൽക്കുകയാണെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിൽ സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറയുന്ന കാണാം. കാരണം പ്രീവിയസ് വാല്യൂ ആയിട്ട് വരുന്നത് എന്താണ്? തൊട്ട് മുന്നത്തെ ഹൈ വാല്യൂ ഓഫ് ഇൻഫ്ലേഷനാണ്. ഓക്കെ, ഇത് തിരിച്ചും സംഭവിക്കാം. പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടെന്നുള്ള തെറ്റായിട്ടുള്ള ഫിഗർ വരും, ഹൈ ഇൻഫ്ലേഷൻ വരും. അതായത് ഇതാ നോക്കൂ, ഇതിൻ്റെ ആൻസർ C ആണ്. ഇറ്റ് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് പ്രൈസ് ലെവൽസ് ഓഫ് ദ പ്രീവിയസ് ഇയർ ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് present inflation rate. Okay, it is the impact of the price levels of the previous year on the calculation of inflation rate. Okay.